ഹലോ ഹായ്, ഞാൻ നസ്രീൻ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവുകളും പോസിറ്റീവുകളും വരും അല്ലേ. അപ്പോൾ ഞാൻ വേടനെക്കുറിച്ച് 2-3 വീഡിയോസുകൾ ചെയ്തിരുന്നു. അതിൽ വന്നൊരു കമൻസ് ഉണ്ട്, നമുക്ക് നോക്കട്ടോ. ഈ കമൻസ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഞാനൊരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സമുദായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജാതിയെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വേടൻ്റെ പാട്ട് കേട്ടപ്പോൾ ആ പാട്ടിലുള്ള കാര്യങ്ങൾ, ആ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മൾ ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനൊക്കെ നമ്മൾ അത് മതം നോക്കിയിട്ടൊന്നുമല്ല, മതം ജാതി നോക്കിയിട്ടോ സമുദായം നോക്കിയിട്ടോ ഒന്നുമല്ല. അപ്പോൾ ഞാനീ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇങ്ങനെ 2 കമൻസുകൾ വന്നപ്പോൾ എനിക്കതിന് മറുപടി കൊടുക്കണമെന്ന് തോന്നി. കാരണം ഈ ഒരു കമൻ്റ് അയച്ച ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ മതത്തിലെ ഏതെങ്കിലും അനാചാരങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെക്കുറിച്ച് പറയാനോ മുസ്ലിം മതത്തെക്കുറിച്ച് പറയാനോ ക്രിസ്ത്യൻ ഒരു മതത്തെക്കുറിച്ചും പറയാൻ വന്നതല്ല. ഞാൻ വേടൻ എന്നുള്ള ആ ഒരു പാട്ടുകാരൻ്റെ ആ പാട്ടിൽ പറയുന്ന ചരിത്രങ്ങളും അതിനെ പുതുതലമുറ ഉൾക്കൊള്ളുന്ന രീതിയും അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അല്ലാതെ ഞാനൊരു മതത്തെക്കുറിച്ചും അധിക്ഷേപിക്കാനോ അനാചാരങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ വന്നതല്ല. പിന്നെ ഈ കമൻറ്റിൻ്റെ പിന്നിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം പിന്നെ സ്വന്തം മതത്തെ അതേപോലെ ഹിന്ദു മതത്തെ വിഘടിപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ. ഞാൻ ഹിന്ദു മതത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി എന്ത് വീഡിയോ ആണ് ചെയ്തതെന്ന് എനിക്കറിയുന്നില്ല. കാരണം ഞാനതിൽ ഒരു മതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സമുദായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാചാരങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേടൻ്റെ പാട്ടുകൾ അതേപോലെ തന്നെ വേടനെ ഒരു സദസ്സിൽ പാടിയ സമയത്ത് ഒരു കുട്ടി വീൽ ചെയറിന് എണീറ്റല്ലോ, അത് വേറെ കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ, ഇനി ദൈവമാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദൈവമാണ് വേണമെന്നൊന്നും പറഞ്ഞില്ല. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ കുട്ടികളുടെ മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ അതേപോലെ തന്നെ കഥകൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഈ വേടൻ്റെ സദസ്സിൽ വരുന്ന ആ കുട്ടിക്കൊരു ഊർജ്ജം കിട്ടിയിട്ട് ആ കുട്ടി ആ വീൽ ചെയറിന് എഴുന്നേറ്റ് ആ കുട്ടിയുടെ ഇഷ്ടമാണത്. അത് നമ്മളൊരു ദൈവത്തെ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ ദൈവം ഒന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന ദൈവമാണ്. അത് ഹിന്ദുക്കൾക്കൊരു ദൈവം, മുസ്ലിങ്ങൾക്കൊരു ദൈവം, അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. അത് എല്ലാ മതസ്ഥർക്കും ആ ഒരു ദൈവം എന്നുള്ള ഒരു സങ്കല്പം മനസ്സിലുണ്ടാകും. പക്ഷെ നമ്മൾ ഈ ഒരു മതത്തെ വിഘടിപ്പിക്കാൻ നോക്കുക, സമുദായത്തെ വിഘടിപ്പിക്കാൻ നോക്കുക, അങ്ങനെയുള്ള ഒരു വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ നല്ലൊരു കാര്യം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പാട്ടുകൾ സ്നേഹിച്ചതും ഈ പാട്ടിനെ കുറിച്ച് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഈ പിന്നെ ഓരോരോ നബിയുടെ പാടുന്ന പാട്ടുകൾ ഇത് എന്തിനെക്കുറിച്ചാണെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പാട്ടിനെക്കുറിച്ച് ആ പാട്ടിലെ വരികളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ് അറിയാൻ. അതേപോലെ തന്നെ പുതിയ തലമുറ ഈ ഒരു പാട്ടിനെ കുറിച്ച് അറിയണം, ചരിത്രങ്ങൾ പഠിക്കണം. കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ വേടൻ്റെ പാട്ടുകൾ നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങളും ഒക്കെ അറിയുമ്പോഴാണ് നമ്മുടെ പിന്നോട്ടുള്ള പിൻഗാമികളെക്കുറിച്ചും അതേപോലെ ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ബോധവാന്മാരാകുള്ളൂ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാതെ ഇത് മതത്തെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ അധിക്ഷേപിച്ച് ഞാനൊന്നും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു കമൻ്റ് അയച്ചിട്ടുള്ള ഈ ഒരു സഹോദരൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേടൻ്റെ പാട്ട് കേട്ടപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യമായിട്ടുള്ള വരികൾ അതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നല്ലാതെ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ വിഘടിപ്പിക്കാനോ മുസ്ലിം അനാചാരങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നുമല്ല. ഞാൻ പറയട്ടെ, എല്ലാ മതങ്ങളിലും നല്ലതും ചീത്തയും ഉണ്ട് അല്ലേ. നമ്മളെല്ലാ മതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ ശരിക്കും മനസ്സിലാക്കിയ ആളുകൾക്ക് ചീത്തതായിട്ടൊന്നും ഉൾക്കൊള്ളാനുണ്ടാവില്ല. കാരണം മതങ്ങൾ പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങളാണ്, നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും. ഒരു പുഞ്ചിരി പോലും അത് മറ്റുള്ളവർക്ക് നൽകുന്നത് ഒരു ദാനധർമ്മമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി. അതേപോലെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് വാക്യങ്ങൾ, കൃഷ്ണൻ്റെ ഒരുപാട് വാക്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരോടും ഒരു മനുഷ്യരാശിയിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്നുമല്ല നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ശരിക്കും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളൊക്കെ ഒന്ന് കമൻസ് അറിയിക്കുക കേട്ടോ. കാരണം ഞാൻ ഈ ഒരു കമൻറ്റ്